ഹലോ എവരിവൺ. ഇത്രയും ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കിയത് എനിക്ക് തന്നെ ഒരു ആവേശം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഏത് വീഡിയോ ഇട്ടാലും തുടക്കം ഇതൊക്കെ തന്നെയാണ് പറയാറുള്ളത്. എങ്കിലും ഇനി മുതലുള്ള വീഡിയോസിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വ്ലോഗ് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ട്, ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഇത്രയും നാളും ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം തോന്നുന്നുണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോ ഇടാം മാക്സിമം ശ്രമിക്കാൻ. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇനി ആ മടികളൊക്കെ മാറ്റി വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ഒന്ന് ചെയ്യണം. കാരണം ഒത്തിരി ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, കമന്റ് സെക്ഷൻസിലാണെങ്കിൽ പോലും പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആവുന്നത്. പക്ഷെ എപ്പോഴും വിചാരിക്കും നമുക്ക് ചെയ്യണം എന്നുള്ള ചില വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അത് കംപ്ലീറ്റ് ആക്കാൻ മറന്നു പോകാറുണ്ട്. പിന്നെ അതൊരു വൈൻഡ് അപ്പ് ഇല്ലാണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ച് പല വീഡിയോസും അങ്ങനെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ദേണ്ടേ എൻ്റെ കുട്ടിക്കുറുമ്പനോഴി. അപ്പോ ഇന്ന് വലിയ അങ്ങനെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ തന്നെ ഉച്ച സമയമായി. പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളതല്ലേ. ഞാനിപ്പോ അറിയാലോ, എനിക്ക് ഒരു ഓൺലൈൻ ജ്വല്ലറി ബിസിനസ് ഉണ്ട്. അപ്പോൾ ഇന്ന് അതിന്റെ കുറേ കളക്ഷൻസ് ഒക്കെ വന്നു. അതിനൊന്ന് അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാനായിട്ടൊന്ന് വീഡിയോ എടുക്കണം എന്നൊരു പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം അത് തന്നെ എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ കമ്മിറ്റഡായി അങ്ങനെ ഇരിക്കായിരുന്നു. ഓക്കെ, അപ്പോ ഇന്ന് മുതൽ ഞാൻ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരും, ഉറപ്പ്. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം. നീ എവിടെ നിന്ന് കണ്ടാ മതി. നീ എവിടെ നിന്ന് കണ്ടോ? ഒരു നാത്തൂനെന്നും പറഞ്ഞ ഒരാളുണ്ട്, പക്ഷെ ഒരു നല്ലൊരു വീഡിയോ ചെയ്യാനുള്ള കാര്യങ്ങളും മറ്റൊന്നും എനിക്ക് പറഞ്ഞു തരില്ല. ഒക്കെ പിന്നെ ഒരു ദിവസം ചെയ്യും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ വീഡിയോ എടുത്തു തരാൻ ആരുമില്ല ഗൈസ്. അതുകൊണ്ടാണ് എനിക്കൊന്ന് വീഡിയോ ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത്. അപ്പൊ ഓക്കെ. പിന്നെ എന്റെ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി കാണിച്ചു തരാം. വേറെ ഒരു പണിയില്ല, ഏത് നേരവും ഗെയിമാണ്. ഒന്ന് കാണിച്ചു തരാം. നോക്കണേ ഗൈസ്, കണ്ടോ? ഒരു പണിയില്ലാണ്ട് എപ്പോഴും ഒരു പണിയില്ലാണ്ട് എൻ്റെ സഹോദരനും എൻ്റെ ബ്രദറും എൻ്റെ കുട്ടിയും ഒരു പണിയില്ലാതെ ഇങ്ങനെ ഏത് നേരവും ഗെയിം ഫുൾ ടൈം ഗെയിം. ഞാൻ യൂട്യൂബ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തേട്ടോ. കണ്ടോ? ആദ്യം ഒരു തുണി എടുത്തിടാവോ പ്ലീസ്? അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ എടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. കണ്ടോ, ഒരാൾ തന്നെ വീഡിയോ എടുക്കണുണ്ട്. അപ്പോ ഹായ് പറഞ്ഞ ഹായ്. ഒരാള് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ക്ഷീണമൊക്കെ മാറ്റി. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ അവന് കളിക്കണം കേട്ടോ, ഇതുപോലെ ആരെങ്കിലും. അതുകൊണ്ടാണ് ഇങ്ങനെ അവൻ്റെ ടോയ് ഒക്കെ വെച്ചിട്ട് അവൻ ഇങ്ങനെ കിടക്കുക. ഓക്കെ, അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പ്രൊഫഷണലായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മാത്രം എടുക്കാനൊക്കെ അറിയുള്ളൂ വീഡിയോയിൽ. അങ്ങനെ നമ്മുടെ മിസ്റ്റർ അപ്പു ചോറൊക്കെ കഴിച്ച് ചിക്കൻ കഴിക്കണേ. കിടന്ന് ഭയങ്കര ക്ഷീണം. ഓക്കെ, അങ്ങനെ ഇനി ഇപ്പോൾ ഒന്ന് വെയിലൊക്കെ ഒന്ന് ഡള്ളാകുമ്പോഴത്തേക്കും എനിക്കൊന്ന് കുറച്ച് വീഡിയോസ് എടുക്കണം. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ബൈ ARനകത്ത് ഓൺലൈൻ ബിസിനസ്സിന് കൂടുതലും ട്രഡീഷണൽ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ സാരിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അട്ടയറിൽ നമുക്ക് വീഡിയോ ചെയ്യുമ്പോഴേക്കും ഒന്നുകൂടെ നല്ലത്. അതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ പോട്ടെ ഒന്ന് ഒരുങ്ങി സാരി കൊടുത്തു വരും ഭയങ്കര മടിയാണ്. വല്ലാണ്ടിലൊരിക്കൽ ചെയ്യുമ്പോൾ ഓക്കെ, ഡെയിലി ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് എൻ്റെ അപ്ഡേഷൻസൊക്കെ വളരെ കുറഞ്ഞു. മാത്രമല്ല ഞാൻ കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ തിരക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും വന്നിട്ട് നമ്മളടുത്ത് വീഡിയോ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഇനി ഓരോ ദിവസങ്ങളിലും ഓരോരോ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി അറിയാലോ, അവിടെ എന്തൊക്കെ ബെല്ലുണ്ട്, അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോവാ. എന്താണ് ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇത് ബീച്ച് വ്യൂ ആണ് കേട്ടോ.
നൈറ്റ് ആകുമ്പോൾ നല്ല രസമാണ് അവിടെ, ഭയങ്കര കാറ്റാണ് ഇവിടെ. ഇതാണ് നമ്മുടെ ബോക്സിംഗ് കേജ്. ഹോം ടൂറൊക്കെ ഒരു ദിവസം ചെയ്യാം കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് ഹോം ടൂർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഒരു ദിവസം ഹോം ടൂർ വ്യക്തമായി ചെയ്തുതരാം. ഇപ്പം നല്ല വെയിലായി. ഇപ്പം മുകളിൽ റൂഫ് ടോപ്പിൽ പോകുമ്പോൾ നല്ല വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. അവിടുത്തെ സ്ഥലം, അവിടെ നല്ല വ്യൂ ആണ്. ഇവിടെ ഇപ്പോൾ അതാ ചെറുതായിട്ടേ കാണുന്നുള്ളൂ, സീ ആണ് കേട്ടോ ഇത്. പക്ഷെ മുകളിൽ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. അല്ലേ, ഇവൻ്റെ പേഴ്സണൽ ആയാണിത്. എന്താണ് എന്താണ് ഗെയിമൊക്കെ കഴിഞ്ഞാ? കളിച്ചു തീർത്തത് ആ ശരി. ഒരു ഗെയിം കളിച്ചു തീർക്കാന്ന് പറഞ്ഞാൽ എത്ര വലിയ ടാസ്ക് അറിയോ? ആ ക്ലോക്കിന്റെ ബാറ്ററി ഇതാണ്ട് കഴിഞ്ഞോണ്ട, ഏത് സമയം നോക്കിയാലും 6:30 മണിയിലിരിക്കും. അയ്യോ, അങ്ങനെ കുറേ പെട്ടികൾ നിറച്ച സാധനങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. ഇതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള സാധനങ്ങളാട്ടോ. ഇതൊക്കെ എടുത്ത് ഞാൻ ഇനി വീഡിയോസൊക്കെ ഇടാൻ വേണ്ട. പൊന്നോ, ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ എന്നെ പോലൊരു മടിച്ച് ലോകത്തില്ല ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ. ഒന്ന് വ്ലോഗ് എടുക്കാൻ വന്നൂടെ മനുഷ്യ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുവാ. എത്ര നാളും ഉണ്ടെന്നറിയോ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. എന്നാൽ പിന്നെ എന്നോട് പറയും നീ ഒന്ന് ഇടയ്ക്കൊക്കെ വീഡിയോ ചെയ്തിട്ടൂടെ എന്ന്. എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഭയങ്കര മടിയാണ്. കുറച്ച് സമയം ഒന്ന് പിടിക്കാവോ? എന്റെ കൈ വേദനിക്കുന്നു. അതിനാണ് മറ്റേ ട്രൈപോഡുള്ളത്. ഞാൻ കറുത്താവും. അതന്നെ ഞാൻ പറഞ്ഞു, നല്ല ടാനല്ലേ ശരിക്കും. വെയിലൊക്കെ വേണ്ട. ഇന്ന് എനിക്ക് എൻ്റെ ജ്വല്ലറീസ് മൊത്തവും എനിക്ക് സെലക്ട് ചെയ്ത് തന്ന് എനിക്ക് എന്നെ ഇന്ന് എന്താ പറയാ ഓർണമെന്റ്സ് ഒക്കെ സെറ്റാക്കി തരുന്നത് രാഹുലാണ്. അതെ, തീർച്ചയായും അതെ. അതെ. എത്ര നാൾ കൊണ്ട് ഈ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് അറിയോ, എനിക്കൊന്ന് എന്താ പറയുക അങ്ങനത്തെ ഒന്ന് വീഡിയോസ് എടുത്തതാ എന്ന് പറഞ്ഞിട്ട് കേൾക്കൂല. എപ്പോഴും അങ്ങനെ ഇരിക്കും. മോനുമില്ല, ഗെയിമും കളിച്ച് അങ്ങനെ ഇരിക്കും. എന്താ നാളായില്ലേ വീഡിയോ എടുത്തിട്ട്, അപ്പോൾ അതെന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ വേറെ ഒന്നുമില്ല, സ്ഥിരം പറയണ തന്നെ. കുറേ നാൾക്ക് ശേഷം വീണ്ടും വന്നു എന്നും പറഞ്ഞ് മടുത്തു സത്യം പറഞ്ഞു ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ചെയ്യണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. നോക്കാം, ഇനി ഞങ്ങൾ പുതിയ ചലഞ്ചസുമായിട്ട് വരുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. ലെറ്റ്സ് ട്രൈ. നിങ്ങൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയണമെന്ന്. ഈ എന്താ പറയാ, കമന്റ് ചെയ്തിട്ട് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണ് ഇടുക. രാഹുലിന്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോ പേഴ്സണൽ തിങ്സ് ഒന്നും നമുക്ക് പബ്ലിക്കിന്റെ മുന്നിൽ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോസ് അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോസ് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോഴോ എന്തെങ്കിലും കാഴ്ചയിൽ ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിലൊരു സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ എവിടെയും ഒന്ന് യാത്ര ചെയ്തിട്ട് തന്നെ ഒരു കുറേ കാലമായി, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ, ഇപ്പം എൻ്റെ അച്ഛൻ ഇപ്പോൾ അടുത്ത മാസമാകുമ്പോൾ അച്ഛൻ മരിച്ചിട്ട് 1 വർഷമാവുകയാണ്, മെയ് 4. അപ്പോൾ നമ്മൾ ശരിക്കും അതിന് ശേഷം എവിടെയും അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഫുൾ നമ്മൾ നമ്മുടേതായ ഒരു ലോകത്ത് അങ്ങനെ കഴിയണം. അപ്പോൾ നമുക്ക് അതിനുശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇതായിപ്പോയി അല്ലേ, ആക്റ്റീവ് ആവാൻ പറ്റിയിട്ടില്ല. കുറേ കാര്യങ്ങളൊക്കെ വീട്ടിലെ കുറച്ച് എന്താ പറയുക ലൈഫല്ലേ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറേ ലാഗ് വന്നു. ഇങ്ങനെ എന്താ പറയുക മടി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മടി പിടിച്ച് പിന്നെ എങ്ങനെ തുടങ്ങും എവിടെ നിന്ന് തുടങ്ങും എന്നൊക്കെയുള്ള ഒരു സംഭവത്തിൽ അങ്ങനെ നമ്മൾ ഇടയ്ക്ക് തുടങ്ങി, പിന്നെ വീണ്ടും അത് പോയി, വീണ്ടും തുടങ്ങി, വീണ്ടും ലാഗ് വന്നു. അങ്ങനെയൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് ഒന്നും തുടങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇപ്പോൾ വർക്ക് ജോയിൻ ചെയ്തു. ഇപ്പം ഞാൻ ഒരു വർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്ത് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴാണൊന്ന് ആക്റ്റീവായി നമ്മൾ ഒന്ന് ഇതിൽ വന്നത്. ഒന്ന് വർക്കൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഒന്ന് ആക്റ്റീവ് ആവാനുള്ളൊരു ശ്രമം നടത്തിയത്. അതൊക്കെ ആയിട്ട് അങ്ങനെ പോയപ്പോഴാണ് നമുക്കൊന്ന് ഉഷാറായത്, ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു സംഭവത്തിൽ വന്നു. അപ്പോൾ നമ്മൾ
ഇതിലൂടെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനല്ല, ഇവളാണ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതങ്ങനെയാണല്ലോ, അതെപ്പോഴും അതെ, ഞാൻ തന്നെയാ സ്റ്റാർട്ട് ചെയ്യാ. പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോ മടി പിടിപ്പിക്കുന്നു. നീ അല്ലേടി എന്റെ എല്ലാം അങ്ങനെ ഒരുപാട് ഇല്ല അങ്ങനെ നമ്മള് ഇനി പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഈ ഒരു വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടി അലമ്പാക്കുന്നില്ല. കാരണം നമ്മൾ കുറെ കാലത്തിന് ശേഷമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു വിശേഷങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതിന് ശേഷം ഇനി രാഹുലിന് കുറച്ച് പണിയുണ്ട്. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. എന്റെ സിഗ്നേച്ചറിന്റെ ജുവല്ലറീസ് ഒക്കെ എനിക്കൊന്ന് എന്ത് എനിക്കൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. ഈ മനുഷ്യന് ഭയങ്കര മടിയാണ്. ആ കൊച്ചാണ് എനിക്കെല്ലാം ചെയ്തു തരണേ. ഈ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായതുകൊണ്ടാണ്. അവളാണ് ശരിക്കും എന്റെ നമ്മൾ ഇപ്പുറത്തല്ലേ നോക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ നോക്കണം. ആ സൈഡിൽ ചെരിഞ്ഞാൽ ക്യാമറ എവിടെയാണ്? അപ്പൊ അവിടെയാണ് നോക്കണം. പക്ഷെ എങ്കിലും ഞാൻ എപ്പോഴും സ്ക്രീനിൽ നോക്കരുത്. അപ്പോൾ ഇനി എന്താ പറയാ, നമ്മുടെ ഓരോ വെറൈറ്റി വീഡിയോസും, വെറൈറ്റി ഒന്നും ഇല്ല, എപ്പോഴുള്ള പോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി നമ്മൾ വെറൈറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇനിയും തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമുക്കറിയാം നമ്മുടെ അക്കൗണ്ട് കംപ്ലീറ്റ് ഡെഡ് ആയി കിടക്കാണ്, എങ്കിലും വീണ്ടും നമ്മൾ വെറുപ്പിക്കും. പുനർജനനം ആണ് നമ്മുടെ അക്കൗണ്ടിന്റെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും സബ്സ്ക്രൈബ് പറയൂ. ഇയാളെ വിശ്വസിക്കരുത്. ഓരോ വീഡിയോയ്ക്കും വേണ്ടി ഞാൻ കയ്യും കാലും പിടിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ പറയണത്, എന്തെങ്കിലുമൊക്കെ ചെയ്യണത്. അല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി പറ്റൂല. എന്നിട്ട് എന്നെ ഇടുന്ന വഴക്ക് പറയും ഞാനാണൊന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓക്കെ, അപ്പോൾ എന്തായാലും വീണ്ടും സന്ധിക്ക് വരയ്ക്കും കഴിഞ്ഞിട്ട് നമ്മുടെ ജ്വല്ലറിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കുറച്ച് ക്ലിപ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്യും. രാഹുൽ എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന സഹായങ്ങൾ നിങ്ങളെല്ലാവരും കാണണം. വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇന്ന് ഭയങ്കര സഹായമായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.